നമസ്കാരം. കേരള സർവകലാശാലയിൽ വീണ്ടും രാഷ്ട്രീയ നിയമന നീക്കമെന്ന് പരാതി. കേരള സർവകലാശാലയിൽ പുതുതായി ആരംഭിച്ച 4 വർഷ ബിരുദ കോഴ്സിൽ ഗസ്റ്റ് അധ്യാപകരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ഇന്റർവ്യൂ ബോർഡിന്റെ ചെയർമാനായി നിയമിച്ചിരിക്കുന്നത് CPM നേതാവിനെ. നിയമനത്തിനെതിരെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി പരാതിയുമായി രംഗത്ത്. സിൻഡിക്കേറ്റ് അംഗവും DYFI ജില്ലാ സെക്രട്ടറിയും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ JS ഷിജു ഖാനെ ഇന്റർവ്യൂ ബോർഡ് ചെയർമാനായി നിയമിച്ചത്. ഇതിനെതിരെ ഗവർണർക്കാണ് സംഘടന പരാതി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗമാണ് UGC ചട്ടപ്രകാരം VC നിർദ്ദേശിച്ച സിൻഡിക്കേറ്റ് അംഗവും CPM അധ്യാപക സംഘടനാ അംഗവുമായ സീനിയർ വനിതാ പ്രൊഫസറെ ഒഴിവാക്കി ഷിജു ഖാനെ ഇന്റർവ്യൂ ബോർഡ് ചെയർമാനായി തീരുമാനിച്ചത്. ഇടത് അധ്യാപക സംഘടനയിൽപ്പെട്ട ഏതാനും അധ്യാപകരെ ഇന്റർവ്യൂ ബോർഡ് അംഗങ്ങളായി നിശ്ചയിച്ചിട്ടുണ്ട്. ഇത് രാഷ്ട്രീയ നിയമനത്തിനുള്ള വഴിയാണെന്നാണ് ആരോപണം. UGC നിബന്ധന പ്രകാരം VCയോ 10 വർഷം പ്രൊഫസർ പദവിയിലുള്ള VC ചുമതലപ്പെടുത്തുന്ന അധ്യാപകനോ ആയിരിക്കണം ഇന്റർവ്യൂ ബോർഡിന്റെ ചെയർമാൻ. സ്ഥിരം അധ്യാപക നിയമനത്തിനുള്ള എല്ലാ വ്യവസ്ഥകളും യോഗ്യതകളും ഗസ്റ്റ് നിയമനങ്ങളിലും പാലിക്കണമെന്ന് UGC വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. മുൻകാലങ്ങളിൽ VCക്ക് പകരം PVC ആണ് ഇന്റർവ്യൂ ബോർഡിൽ അധ്യക്ഷനാവുക. എന്നാൽ ഇപ്പോൾ PVC പദവി ഒഴിഞ്ഞു കിടക്കുന്നതുകൊണ്ട് VCയോ VC ചുമതലപ്പെടുത്തുന്ന സീനിയർ പ്രൊഫസറോ സംസ്ഥാനത്തെ മറ്റു സർവകലാശാലകളിൽ അധ്യക്ഷത വഹിക്കുന്ന രീതി പിന്തുടരുമ്പോഴാണ് കേരള സർവകലാശാലയിൽ DYFI നേതാവിനെ സെലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനാക്കാൻ സിൻഡിക്കേറ്റ് തീരുമാനിച്ചത്. അനധ്യാപകരായ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇന്റർവ്യൂ ബോർഡിൽ പങ്കെടുക്കുന്നതിന് UGC വിലക്കിയിട്ടുമുണ്ട്. അതേസമയം യാതൊരു അധ്യാപന പരിചയം പോലുമില്ലാത്ത ഒരാളാണ് ഇന്റർവ്യൂ ബോർഡിന്റെ തലപ്പത്തുള്ളത്. ഇത് തീർത്തും വിരോധാഭാസമാണ്. യാതൊരു അധ്യാപന പരിചയവുമില്ലാത്ത ഒരാൾ അധ്യാപകരുടെ ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടാവുന്നത് UGC ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. 50ഓളം ക്രിമിനൽ കേസുകൾ പ്രതിയായ ഷിജു ഖാനെ വിദ്യാഭ്യാസ വിദഗ്ധൻ എന്ന നിലയിലാണ് സർക്കാർ സിൻഡിക്കേറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്തത്. രാഷ്ട്രീയം നോക്കി അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള ആസൂത്രിതമായ നീക്കമാണ് ഇതിന് പിന്നിലെന്നാണ് ആക്ഷേപം. ഗസ്റ്റ് അധ്യാപക നിയമനത്തിന് 500ഓളം പേരാണ് അപേക്ഷകരായിട്ടുള്ളത്. നിയമിക്കപ്പെടുന്നവർക്ക് പുതിയ 4 വർഷ ബിരുദ കോഴ്സിന്റെ ബാച്ച് പൂർത്തിയാകുന്നത് വരെ തുടരാനാവും. ഗസ്റ്റ് അധ്യാപക പരിചയം ഭാവിയിൽ റെഗുലർ നിയമനത്തിനുള്ള മുൻപരിചയമായി കണക്കിലെടുക്കാനാവും. ഇപ്പോൾ 12 ഒഴിവുകളിലേക്കാണ് നിയമനമെങ്കിലും 4 വർഷത്തിനുള്ളിൽ 50ഓളം പേരെ നിയമിക്കേണ്ടി വരും. കേരള സർവകലാശാല ക്യാമ്പസിൽ നേരിട്ട് നടത്തുന്ന ബിരുദ കോഴ്സിന്റെ പരീക്ഷകളുടെ നടത്തിപ്പിന്റെയും ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിന്റെയും ഇന്റേണൽ മാർക്ക് നൽകുന്നതിന്റെയും മൂല്യനിർണ്ണയത്തിന്റെയും പൂർണ്ണ ചുമതല പുതിയതായി നിയമിക്കപ്പെടുന്ന അധ്യാപകർക്കായതുകൊണ്ട് തങ്ങൾക്ക് സ്വാധീനമുള്ളവരെ അധ്യാപകരായി നിയമിക്കുക എന്ന ലക്ഷ്യമാണ് DYFI നേതാവിനെ തന്നെ ചെയർമാനായി നിയമിച്ചതിന് പിന്നിലെന്ന് കമ്മിറ്റി ആരോപിച്ചു. UGC ചട്ടങ്ങൾക്ക് വിരുദ്ധമായി അധ്യാപക സെലക്ഷൻ കമ്മിറ്റി രൂപവത്കരിക്കാനുള്ള സിൻഡിക്കേറ്റ് തീരുമാനം റദ്ദാക്കണമെന്നും UGC വ്യവസ്ഥ പ്രകാരം കമ്മിറ്റി രൂപീകരിക്കാൻ VCക്ക് നിർദ്ദേശം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് നിവേദനം നൽകിയത്. എന്തായാലും രാഷ്ട്രീയ കേരളത്തിൽ പുതിയ ചർച്ചകൾക്ക് കൂടി വഴിവെക്കുകയാണ് കേരള സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നിയമനങ്ങൾ.